ഇറങ്ങി നേരെ കണാലിക്ക് പോയി ലിറ്റിനെ കൊണ്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകും. ഹായ് ഹലോ ഏഞ്ചലാണേ. അപ്പോൾ ഇന്ന് എൻ്റെ 2 കൂട്ടുകാരുടെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങും കേട്ടോ. 10th ഫ്രണ്ട്സാണ് അവൾമാർ, ചങ്ക് ഫ്രണ്ട്സാണ്. കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ ഗ്യാങ് സെറ്റ്. പക്ഷേ ഇന്ന് എല്ലാവരുടെ വീട്ടിലല്ല, അവൾമാർ 2 പേരുടെ വീട്ടിൽ പോകുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണ്, ഒരാളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്കത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ 2 പേരുടെയും വീട്ടിൽ ഒന്നിച്ച് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് വരാം. ഇന്നത്തെ യാത്ര അപ്പുവിൻ്റെ ഒപ്പം കേട്ടോ. അപ്പവും ഞാനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അച്ചാച്ചൻ്റെ പെങ്ങളുടെ മോനാണ് കേട്ടോ അവൻ. അപ്പോൾ അവന് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങുവാണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം വഴിയെ കാണിക്കാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, നമ്മൾ ഫസ്റ്റ് ലിറ്റിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. കണ്ണമാലി ഇതാണ് ലിറ്റിയുടെ മോള്. ഇത് ബാക്കിൽ നിൽക്കുന്നതാണ് ചേട്ടൻ. നല്ല കൊച്ചാണ്. ഇതാണ് കേട്ടോ അപ്പൂസ്. എനിക്കിതാ എനിക്കിതാ പോ ശരിയല്ലേ. ലിറ്റിയും ഞാനും 10th +1 +2 ഡിഗ്രി എല്ലാം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു കേട്ടോ. അവൾ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക, നിനക്ക് എന്നത് വിളിച്ച് പറയാൻ മേലായിരുന്നു, ഞാൻ പേക്കോലത്തിൽ നിൽക്കുവാണെന്ന്. ടാറ്റാ കൊടുത്തരും, ടാറ്റാ കൊടുത്തരും. അങ്ങനെ പിന്നെ അതേ കാപ്പികുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ തത്തുമ്മയാണെങ്കിൽ ഇതും തത്തുമ്മയാട്ടോ, അവളെയും തത്തുമ്മ എന്നാണ് വിളിക്കുന്നത്. അവൾക്കാണെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. അവൾ പോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ കുറച്ച് ഞങ്ങളുടെ കൂടെ ബൈക്കിന് വന്നു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനും അവളും കൂടെ വന്ന് എടുത്തുകൊണ്ട് പോയത്. പോവാണേ. ഈ കാണുന്ന കുരിശ് കണ്ടില്ലേ, ഇതാണ് കേട്ടോ അച്ചപ്പയുടെ പള്ളി, അതായത് അച്ഛൻ ചേട്ടൻ്റെ പള്ളി. കണ്ടക്കടവ് അത് കുറച്ച് ഉള്ളിലോട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചായിരുന്നു ആളെ, അപ്പോൾ ആൾ തിരക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല. പിന്നെ ഇതിപ്പോൾ നമ്മുടെ പുത്തൻതോടിൻ്റെ അവിടുത്തെ കണ്ടില്ലേ, ഇപ്പോൾ കടൽക്ഷോഭമൊക്കെ ഇപ്പോൾ ഇവിടെ ഭയങ്കര കുറവാണ്. കണ്ണമാലി സൈഡിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വലിയ പ്രശ്നമില്ല. ഐ ലവ് ചെല്ലാനോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൂടെ നടക്കാനും രാവിലെ പാട് ജോഗിങ്ങിന് പോകാനൊക്കെ എല്ലാം പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അതായത് ഇനി അഖിലയുടെ വീട്ടിലോട്ട് പോവുകയാണ്, പള്ളിത്തോട്. രണ്ട് സൈഡിലാണ്, ഒരെണ്ണം തെക്ക് ഒരെണ്ണം വടക്കുക. എന്നാലും നമ്മൾ പോകണമല്ലോ. അങ്ങനെ നമ്മളിത് അഖിലയുടെ വീട്ടിലെത്തി. ഇതാണ് അഖില, അവളുടെ 2ാമത്തെ കുട്ടിയാട്ടോ ഇത്. ഇറങ്ങി നേരെ കണാലിക്ക് പോയി ലിറ്റിനെ കൊണ്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകും. ഇപ്പഴാണോ പോയത് നീ കണ്ണാലി? ഉച്ച കഴിഞ്ഞപ്പോ പോയിട്ട് നേരെ ഇങ്ങോട്ട്. അങ്ങനെ എൻ്റെ കയ്യിരുന്ന് ഉറങ്ങിപ്പോയി കേട്ടോ ചെറുക്കൻ. അപ്പോൾ അവൾ എന്നോട് പറയുക, എടി ഉറക്കല്ലേ, ഈ നേരത്ത് ഉറക്കിയിട്ട് രാത്രി ഇവിടെ ആരെയും ഉറക്കത്തില്ല എന്ന്. ഇവർക്ക് മൂത്ത ഒരാൾ കൂടിയുണ്ട് കേട്ടോ, ഹേസ് കുട്ടൻ. അവൻ അവിടെ ചേട്ടൻ്റെ വീട്ടിലാണ്. ഇതിപ്പോൾ അവളുടെ വീട്ടിലാണ് ഡെലിവറി കഴിഞ്ഞിട്ട്. ഇപ്പോൾ ചേട്ടനും ഇല്ല, ചേട്ടന് ജോലിക്ക് പോയേക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഒരെണ്ണം വഴക്കായി. പിന്നെ അവൾ എടുത്തുകൊണ്ട് നടന്നു കുറച്ച് നേരം. അവളുടെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതാണ് അഖിലയുടെ അമ്മ. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖില ഫ്രണ്ട് മാത്രമല്ല, എൻ്റെ അമ്മയുടെ റിലേറ്റീവ് കൂടെ കേട്ടോ ഇവർ. അപ്പോൾ അങ്ങനെ ഒരു റിലേഷനും കൂടെ ഉണ്ട് ഞങ്ങളുടെ ഈ വീടുമായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കാപ്പികുടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.